ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇന്ന് നമ്മൾ ഭൂമിയുടെ എല്ലാ കോണുകളിലും എത്തിയിട്ടുണ്ട്. ഏകാന്തമായ ദ്വീപുകളിലായിരുന്നാലും വിജനമായ മരുഭൂമികളിലായിരുന്നാലും ആകാശം മുട്ടുന്ന മലമുകളിലായിരുന്നാലും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ഏത് സ്ഥലത്തു വേണമെങ്കിലും പോകാനും അവിടെയൊക്കെ വാസമുറപ്പിക്കാനും ഇന്ന് മനുഷ്യർക്ക് കഴിയും. അതുമാത്രമല്ല, ഇന്ന് ലോകത്തിൽ ഏകദേശം 800 കോടി മനുഷ്യരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൾതാമസമില്ലാത്ത ഒരു സ്ഥലം പോലും ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ലോകത്തിൽ എവിടെ പോയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് മനുഷ്യരെയും കാണാൻ കഴിയും. അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം ഭൂമി വളരെ വിശാലമാണ്. ഈ വിശാല ലോകത്തിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതും ആൾതാമസമില്ലാതെ ഒറ്റപ്പെട്ടു കിടക്കുന്നതുമായ ധാരാളം സ്ഥലങ്ങൾ ഇന്നും ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പോലും കഴിയില്ല. അത്രയേറെ വിദൂരങ്ങളിലാണ് ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ കുടുങ്ങിപ്പോയാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോലും ആരും വരില്ല. കാരണം അതൊക്കെ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളായിരിക്കും. അത്രയേറെ ഏകാന്തമായി നിലനിൽക്കുന്ന ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ടു കിടക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം പോകേണ്ടത് പിറ്റ്കെയ്ൻ എന്നൊരു ദ്വീപിലാണ്. സദേൺ പസഫിക് മഹാസമുദ്രത്തിലാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരുന്ന ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ദ്വീപാണ് പിറ്റ്കെയ്ൻ. 2021 കണക്ക് പ്രകാരം ഈ ദ്വീപിലെ ജനസംഖ്യ എന്നത് വെറും 47 ആണ്. അതായത് വെറും 47 പേര് മാത്രമേ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നുള്ളൂ. ഇവിടെ എയർപോർട്ട് ഒന്നും നിർമ്മിച്ചിട്ടില്ല. അതിനാൽ തന്നെ ബോട്ടുകളിൽ മാത്രമേ സാധാരണഗതിയിൽ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ദ്വീപിൽ നിന്നും ഏതാനും ചില കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ഹെൻഡേഴ്സൺ, ഡ്യൂസി, ഒയിനോ അങ്ങനെ വേറെയും 3 ദ്വീപുകളുണ്ട്. ഈ 4 ദ്വീപുകളെയും ഒരുമിച്ച് ചേർത്താൽ പോലും അതിന് വെറും 47 സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തീർണത മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിലും 86% വലിപ്പവും ഹെൻഡേഴ്സൺ ദ്വീപിനാണ്. എന്നിരുന്നാലും ഇതിൽ പിറ്റ്കെയ്നിലല്ലാതെ ബാക്കി 3 ദ്വീപുകളിലും ആൾതാമസമില്ല. ആൾതാമസമുള്ള ഏറ്റവും അടുത്ത ദ്വീപിലെത്തണമെങ്കിൽ ഏകദേശം 688 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. അപ്പോൾ ഗാംബെയർ എന്ന ദ്വീപിലെത്തും. അതും യഥാർത്ഥത്തിൽ ഒരു റിമോട്ടായ, അതായത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഐലൻഡാണ്. വെറും 150 പേര് മാത്രമാണ് ഇവിടുത്തെ സ്ഥിര താമസക്കാർ. എങ്കിലും അവിടെ എയർപോർട്ടും മറ്റ് സംവിധാനങ്ങളുമൊക്കെയുണ്ട്. അതുകഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റർ ഐലൻഡാണ് പിറ്റ്കെയ്ൻ ദ്വീപിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ജനവാസമുള്ള സ്ഥലം. അവിടെ എത്താൻ ഏകദേശം 2000 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും അടുത്ത ഭൂഖണ്ഡം എന്നത് സൗത്ത് അമേരിക്കയാണ്. അവിടെ എത്തണമെങ്കിൽ ഏകദേശം 5400 കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിക്കണം. പക്ഷേ ഇതിനേക്കാൾ റിമോട്ടായ വേറൊരു ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ട്. അതാണ് ട്രിസ്റ്റൻ ഡാ കുൻഹ. ജനവാസമുള്ള ദ്വീപുകളിൽ വെച്ച് ഇതിനെയാണ് ലോകത്തിലെ ഏറ്റവും റിമോട്ടായ ദ്വീപായിട്ട് പരിഗണിക്കുന്നത്. ഏകദേശം 207 സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തീർണതയുള്ള ഈ ദ്വീപിൽ 2020 കണക്ക് പ്രകാരം വെറും 250 പേര് മാത്രമേ സ്ഥിരവാസമുള്ളൂ. ഈ ദ്വീപിന്റെ തൊട്ടടുത്ത് വെറും 30 കിലോമീറ്റേഴ്സ് ദൂരത്തിൽ തന്നെ വേറെയും 2 ദ്വീപുകളുണ്ട്. ഇൻഅക്സസിബിൾ ഐലൻഡും നൈറ്റിംഗേൽ ഐലൻഡും. പക്ഷേ ഇത് രണ്ടും ആൾതാമസമില്ലാത്ത ദ്വീപുകളാണ്. സ്ഥിരവാസമുള്ള ഏറ്റവും സമീപത്തെ സ്ഥലത്തെത്തണമെങ്കിൽ ഇവിടെ നിന്നും 2400 കിലോമീറ്റേഴ്സ് അകലെയുള്ള സെയിന്റ് ഹെലന ദ്വീപിലേക്ക് പോകണം. ആ ദ്വീപും ഒരു തരത്തിൽ റിമോട്ടാണ്. ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡത്തിലെത്താൻ ഏകദേശം 2800 കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിച്ച് ആഫ്രിക്കയിലെത്തണം. ഈ ദ്വീപിലും എയർപോർട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ബോട്ടുകളിൽ തന്നെയാണ് ഈ ദ്വീപിലും എത്തിച്ചേരേണ്ടത്. അതും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പ്രതിവർഷം പരമാവധി 10 തവണയൊക്കെയാണ് ബോട്ടുകൾ വരുന്നത്. പക്ഷേ ഈ ദ്വീപിൽ പെട്ടുപോയാലും അവിടെ മനുഷ്യ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ മനുഷ്യ സാന്നിധ്യം പോലും ഇല്ലാത്ത റിമോട്ടായ സ്ഥലങ്ങളും ലോകത്തിലുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു കനേഡിയൻ ദ്വീപാണ് ഡിവോൺ ഐലൻഡ്. മൊത്തം മരുഭൂമിയായിട്ട് കിടക്കുന്ന ഈ ദ്വീപിന്റെ ജനസംഖ്യ എന്നത് വെറും 0. ഇതാണ് ഇന്ന് ലോകത്തിലെ ആൾതാമസമില്ലാത്ത ഏറ്റവും വലിയ ദ്വീപ്. ഈ ദ്വീപിന്റെ മധ്യഭാഗത്തിൽ എങ്ങാനും കുടുങ്ങിപ്പോയാൽ നമ്മൾ ശരിക്കും പെട്ടുപോകും. കാരണം ധ്രുവ മരുഭൂമിയിലെ കാലാവസ്ഥയും തരിശായ പാറ നിറഞ്ഞ ഭൂപ്രദേശവും ഇടയ്ക്കിടെ മൂടൽമഞ്ഞ് കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഈ വിജനമായ സ്ഥലം നമുക്കൊട്ടും തന്നെ അതിജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല.
100 കിലോമീറ്റേഴ്സോളം സഞ്ചരിച്ചാൽ മാത്രമേ ഏറ്റവും സമീപത്തിലുള്ള പട്ടണത്തിലെത്താൻ സാധിക്കൂ. അത് സമീപമുള്ള കോൺ വാലീസ് ദ്വീപിലെ റിസലൂട്ട് എന്ന ചെറിയൊരു പട്ടണമാണ്. പക്ഷേ അവിടെ എത്തണമെങ്കിൽ പോലും ഒരു ബോട്ടിന്റെ ആവശ്യമുണ്ട്. ഇനി നോർത്ത് ഭാഗത്തിൽ നിന്നും നേരെ സൗത്തിലോട്ട് പോയാൽ അവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും സ്ഥിരമായി ജീവിക്കാനില്ലാത്ത ഒരു ഭൂഖണ്ഡത്തിനെ തന്നെ കാണാൻ സാധിക്കും. അതാണ് അന്റാർട്ടിക്ക. പക്ഷേ ഇവിടെ എപ്പോഴും മനുഷ്യരുണ്ടായിരിക്കും. കാരണം ഇവിടെ 30ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ള 82ഓളം റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യക്കും ഇവിടെ 3 സ്റ്റേഷൻസ് ഉണ്ട്. അന്റാർട്ടിക്കയുടെ മധ്യഭാഗത്തിലുള്ള ഒരു സ്ഥലമാണ് സദേൺ പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി. പേര് പോലെ തന്നെ ഇത് അന്റാർട്ടിക്കയിൽ എത്തിപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നും മനുഷ്യവാസമുള്ള ഏറ്റവും അടുത്ത സ്ഥലത്തെത്തണമെങ്കിൽ ഏകദേശം 900 കിലോമീറ്ററുകൾ നടക്കണം. -80°C വരെ താപനില കുറഞ്ഞ ഈ സ്ഥലത്തിലൂടെ മലകളും കയറി 900 കിലോമീറ്റേഴ്സ് അകലെ എത്തുക എന്നത് ഏകദേശം അസാധ്യമായ ഒരു കാര്യമാണ്. ഈ സ്ഥലത്തിലും ഒരു സ്റ്റേഷനുണ്ട്. പക്ഷേ അത് കാണാൻ കഴിയില്ല. കാരണം വർഷങ്ങൾക്ക് മുന്നേ അത് മൊത്തം മഞ്ഞിൽ മൂടിപ്പോയി. 1958 അന്റാർട്ടിക്കയിലെത്തിയ സോവിയറ്റ് യൂണിയനാണ് ഈ സ്റ്റേഷൻ സ്ഥാപിച്ചത്. സ്റ്റേഷന്റെ മുകളിലായി ഒരു പ്രതിമയും സ്ഥാപിച്ചിരുന്നു. ഇന്ന് ഈ പ്രതിമയെ മാത്രമേ നമുക്ക് പുറത്തു കാണാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഒരു കൂട്ടം ചൈനീസ് ഗവേഷകർ ഈ സ്ഥലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ മനുഷ്യർ പോയത്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥലത്തിൽ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനാകില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും റിമോട്ടസ്റ്റ് ആയ സ്ഥലം കാണണമെങ്കിൽ നേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകണം. സൗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപാണ് ബോവെ ഐലൻഡ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും റിമോട്ടസ്റ്റ് ആയ സ്ഥലം ഇതാണ്. റിമോട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഏറ്റവും സമീപത്തുള്ള കരഭാഗം എന്നത് ശരിക്കും അന്റാർട്ടിക്കയാണ്. ഇവിടുന്ന് നേരെ അന്റാർട്ടിക്കയിലേക്ക് വന്നാൽ ആദ്യം കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ മൈത്രി റിസർച്ച് ബേസ് ആയിരിക്കും. ആൾതാമസമുള്ള ഏറ്റവും സമീപത്തെ സ്ഥലം എന്നത് ഏകദേശം 2270 കിലോമീറ്റേഴ്സ് അകലെയുള്ള ട്രിസ്റ്റൻ ഡാ കുൻഹ ദ്വീപാണ്. അതും നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചെറിയ റിമോട്ട് ഐലൻഡ് ആണ്. മനുഷ്യരധിവസിക്കുന്ന ഏറ്റവും അടുത്ത ഭൂഖണ്ഡത്തിലെത്തണമെങ്കിൽ ഏകദേശം 2520 കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ആഫ്രിക്കയുടെ സൗത്ത് ഭാഗത്തിലെത്തും. ഈ ദ്വീപിന്റെ ഏകദേശം 3700 കിലോമീറ്റേഴ്സ് ചുറ്റളവിൽ വേറെ ഒരൊറ്റ കരഭാഗം പോലുമില്ല. ചെറിയൊരു ദ്വീപ് പോലും ആ ചുറ്റളവിൽ കാണാൻ സാധിക്കില്ല. 3700 കിലോമീറ്റേഴ്സ് ചുറ്റളവെന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഇന്ത്യയുടെ 3 മടങ്ങ് വിസ്തീർണതയാണ്. അല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ വലിപ്പം. അത്രയേറെ ഏകാന്തമായ ദ്വീപാണ് ബോവെ ഐലൻഡ്. റിമോട്ട് എന്ന് മാത്രമല്ല, ഈ ദ്വീപും വളരെ തീവ്രമായ ഒരു സ്ഥലമാണ്. ഏകദേശം 59 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇതിന്റെ ആകെ വിസ്തീർണത. അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ വെറും 30% വലിപ്പമേ ബോവെ ദ്വീപിനുള്ളൂ. പക്ഷേ തിരുവനന്തപുരത്തുള്ളതുപോലെ സിറ്റികളും റോഡുകളും മനുഷ്യരും വാഹനങ്ങളും ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയില്ല. കാരണം ഈ ദ്വീപിന്റെ ഉപരിതലത്തിൽ 93% വെറും മഞ്ഞ് മൂടി കിടക്കുകയാണ്. -1°C ആണ് ഇവിടുത്തെ ശരാശരി താപനില. വിജനമായ, ശൂന്യമായ, ഒറ്റപ്പെട്ട, തണുത്തുറഞ്ഞ വെറുമൊരു പാഴ്നിലമാണ് ബോവെ ഐലൻഡ്. എന്തിനാണെന്നറിയില്ല, പക്ഷേ നോർവേ ആണ് ഈ ദ്വീപിന്റെ അവകാശം ഏറ്റെടുത്തത്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് അതുവഴി പോയ ഒരു ഫ്രഞ്ച് കപ്പലിലെ നാവികരാണ് ഈ ദ്വീപിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. പക്ഷേ അവരവിടെ ഇറങ്ങിയിരുന്നില്ല. ഒരു നൂറ്റാണ്ടിനു ശേഷം 1825 ഒരു കൂട്ടം ബ്രിട്ടീഷ് നാവികർ ഇവിടെ ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത്. ഇവരിവിടെ ഒരു കൊടിയൊക്കെ ചാർത്തി ഇത് അവരുടെ ദ്വീപാണെന്ന് മുദ്ര കുത്തിയതാണ്. എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു നൂറ്റാണ്ടിനു ശേഷം വന്ന നോർവേനിയൻ നാവികരും ഇത് നമ്മുടെ ദ്വീപാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ വലിയ തർക്കമായതാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ നോക്കിയപ്പോൾ ഈ സ്ഥലം ഒന്നിനും തന്നെ കൊള്ളില്ല. അതുകൊണ്ട് യാതൊരു ഉപയോഗവും അവർക്കില്ല. അവർക്കെന്നല്ല, ആർക്കും അത് യാതൊരു പ്രയോജനവുമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ ഐലൻഡ് നീ എടുത്തോ എന്നും പറഞ്ഞ് നോർവേക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു ദ്വീപ് വെറുതെ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതെത്രമാത്രം പാഴ് ദ്വീപാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഈ ദ്വീപ് സംരക്ഷിത പ്രകൃതി സമ്പത്തായിട്ട് പരിഗണിക്കുന്നത് കൊണ്ട് നോർവേ ഗവൺമെന്റ് സാധാരണ ആർക്കും തന്നെ ഈ ദ്വീപ് സന്ദർശിക്കാനുള്ള അനുമതി കൊടുക്കില്ല. എങ്കിലും എങ്ങനെയോ നിങ്ങൾ ഈ ദ്വീപിൽ അകപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു രീതിയിലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല.
പ്രധാന പ്രശ്നം അതിതീവ്രമായ തണുപ്പ് തന്നെയാണ്. ഈ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ തീ ഉണ്ടാക്കാൻ പോലും കഴിയില്ല. കാരണം ഇവിടെ മരങ്ങളൊന്നുമില്ല. അതേ കാരണത്തിനാൽ തന്നെ ചെറിയൊരു ചങ്ങാടം നിർമ്മിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാലും അതും സാധ്യമല്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ വഞ്ചി നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെ കരുതിയാലും അതും തുഴഞ്ഞ് നിങ്ങൾ എങ്ങോട്ട് പോകും? ട്രിസ്റ്റൻ ഡാ കുൻഹ വളരെ ചെറിയൊരു ദ്വീപാണ്. സഞ്ചരിക്കുന്ന ദിശ വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ദ്വീപിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ആഫ്രിക്കയിലോട്ട് പോകാമെന്ന് കരുതിയാലും 2500 കിലോമീറ്റേഴ്സ് ദൂരം തുഴയുക എന്നത് തീർത്തും അസാധ്യമാണ്. എന്തെന്നാൽ വിശപ്പും ദാഹവും കാരണം അതിനു മുന്നേ തന്നെ നിങ്ങൾ വടിയാകും. ഇനി അന്റാർട്ടിക്കയിലേക്ക് പോകാമെന്ന് കരുതിയാൽ അതിനേക്കാൾ കഷ്ടമാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് തീരത്തിലെത്താൻ പറ്റിയാൽ തന്നെ അവിടെ നിന്ന് വീണ്ടും ഏകദേശം 600 കിലോമീറ്റേഴ്സോളം നടന്നാൽ മാത്രമേ ഏറ്റവും സമീപത്തുള്ള റിസർച്ച് ബേസിലെത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഇന്ത്യയുടെ മൈത്രി റിസർച്ച് ബേസിൽ 2000 കിലോമീറ്റേഴ്സോളം ദൂരം തുഴഞ്ഞു വന്നത് തന്നെ വലിയ അത്ഭുതമാണ്. അതിന്റെ മീതെ കൂടെ വീണ്ടും 600 കിലോമീറ്റേഴ്സ് ദൂരം നടക്കുക എന്നത് തീർത്തും അസാധ്യമാണ്. അതിനു മുന്നേ തന്നെ നിങ്ങൾ പടമാകും. ബോവെ ഐലൻഡിന് മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങൾ നിങ്ങളെ കാണുമെന്നും അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും രക്ഷയില്ല. കാരണം മിക്കവാറും സമയവും ഈ ദ്വീപ് മുഴുവൻ മൂടൽ മഞ്ഞായിരിക്കും. അതുകൊണ്ട് വിമാനത്തിലുള്ളവർക്ക് നിങ്ങളെ കാണാൻ പോലും സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും ചിന്തിക്കേണ്ട കാര്യമില്ല. ആകെയുള്ള ഒരേ ഒരു മാർഗം ഇവിടെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ്. പക്ഷേ അതും അത്ര എളുപ്പമല്ല. അസ്ഥികൾ ഉറയുന്ന തണുത്ത കാലാവസ്ഥ തന്നെയാണ് പ്രശ്നം. ആഹാരം കണ്ടെത്തുന്നതും വലിയൊരു വെല്ലുവിളിയാണ്. ധാരാളം പെൻഗ്വിനുകളും പക്ഷികളും സീലുകളും ഒക്കെയുള്ള ഒരു ദ്വീപാണ് ബോവെ ഐലൻഡ്. ഈ ജീവികളെ വേട്ടയാടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ആഹാരം ഒരു വിഷയമായിരിക്കില്ല. അങ്ങനെ വർഷങ്ങളോളം കാലം അതിജീവിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം. പല വർഷങ്ങൾ കൂടുമ്പോഴാണ് നോർവേയിൽ നിന്നും ഇവിടെ ഗവേഷണത്തിനു വേണ്ടി ആൾക്കാരെത്തുന്നത്. അങ്ങനെ ആരെങ്കിലും ഈ ദ്വീപിനെ ലക്ഷ്യമിട്ട് വന്നാൽ മാത്രമേ ഇവിടെ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും ചരിത്രത്തിൽ ഇതുവരേക്കും 100 പേര് പോലും ബോവെ ഐലൻഡിൽ കാലുകുത്തിയിട്ടില്ലെന്നാണ് കരുതുന്നത്. താരതമ്യേന പറഞ്ഞാൽ അതിന്റെ 6 മടങ്ങ് മനുഷ്യർ ബഹിരാകാശത്തിൽ പോയിട്ടുണ്ട്. എത്തിപ്പെടാൻ അത്രയേറെ ബുദ്ധിമുട്ടുള്ള അത്യധികം ഏകാന്തമായ ഒരു വിജനമായ ദ്വീപാണ് ബോവെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.